ധർമ്മേന്ദ്ര, ബോളിവുഡിൻ്റെ സ്വന്തം ഹീമാൻ, ഷോലയിലെ വീരു ഇനി ഓർമ്മകളിൽ മാത്രം. വെള്ളിത്തിരയിൽ വിസ്മയം തീർത്ത അദ്ദേഹം ബോളിവുഡിൻ്റെ എക്കാലത്തെയും വലിയ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളായിരുന്നു. ഇന്ത്യൻ സിനിമയുടെ സുവർണ്ണ കാലഘട്ടത്തിൻ്റെ പ്രതീകങ്ങളിൽ ഒന്നായിരുന്നു. 6 പതിറ്റാണ്ടിലേറെയായി വെള്ളിത്തിരയിൽ കരുത്തും സൗന്ദര്യവും കരിസ്മയുമായി തിളങ്ങിയ അദ്ദേഹം 1960-ലാണ് തുടക്കം കുറിച്ചത്. അർജുൻ ഹിംഗ്രാനി സംവിധാനം ചെയ്ത ദിൽ ബി തേര ഹം ബി തേരെ എന്നതായിരുന്നു ആ ചിത്രം. അത് വിജയമായിരുന്നു. തികഞ്ഞ സുന്ദരൻ, നല്ല സ്ക്രീൻ പ്രസൻസ്, സ്വാഭാവികമായ അഭിനയം, കൂടുതൽ ചിത്രങ്ങളിൽ ഒപ്പുവെക്കാൻ അതൊക്കെ പര്യാപ്തമായിരുന്നു. പ്രണയം ചിത്രങ്ങളിൽ നിന്ന് തുടങ്ങി അദ്ദേഹം പിന്നീട് ആക്ഷൻ ചിത്രങ്ങളും കോമഡി ചിത്രങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഫൂൽ ഔർ പത്ഥറിലെ റഫ് ആൻഡ് ടഫ് ശക്തി സിംഗ്, സത്യകാമിലെ നീതിമാനായ നാരായണൻ, ചുപ്കെ ചുപ്കെയിലെ ഹാസ്യ കഥാപാത്രമായ പ്രൊഫസർ പരിമൾ ത്രിപാഠി, പിന്നെ എക്കാലത്തെയും ഹിറ്റായ ഷോലയിലെ വീരു, എല്ലാത്തരം കഥാപാത്രങ്ങളെയും ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ബോളിവുഡ് ഹീമാൻ ആണെങ്കിലും ധർമ്മേന്ദ്രയുടെ യഥാർത്ഥ ശക്തി അദ്ദേഹത്തിൻ്റെ മനസ്സിലെ കാരുണ്യമായിരുന്നു. ഡൗൺ ടു എർത്ത് ആറ്റിറ്റ്യൂഡായിരുന്നു. മികച്ച നടനുള്ള അവാർഡുകളൊന്നും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടില്ല. പക്ഷേ പ്രേക്ഷകരുടെ ഇഷ്ടനായകനായിരുന്നു ധർമ്മേന്ദ്ര. പൗരുഷമുള്ള ആ ശബ്ദവും സുന്ദരമായ ആ ചിരിയുമൊക്കെ നമുക്ക് നഷ്ടപ്പെടുകയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ, അദ്ദേഹത്തിൻ്റെ സ്നേഹം, അതൊക്കെ ഇവിടെ ഉണ്ടാവും.